mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഉത്സവങ്ങളുടെ ഉത്സവമാണ് മഹാശിവരാത്രി. 76ാമത് മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കാലടി മണപ്പുറം. മാർച്ച് 8-ന് പൂർണ്ണ നദിക്കരയിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തും. മഹാശിവരാത്രി മഹോത്സവം അദ്വൈത ഭൂമിക്ക് വലിയൊരു ആഘോഷം തന്നെയാണ്. ആദിശങ്കരൻ തന്റെ മാതാവിന്റെ മരണാനന്തര ക്രിയകൾക്കായി തെരഞ്ഞെടുത്തതും ഈ നദീതീരം തന്നെ. ശിവരാത്രി നാളിൽ ഈ നദിക്കരയിൽ ബലിതർപ്പണം നടത്തുന്നത് പിതൃമോക്ഷത്തിന് ഉത്തമമാണെന്ന് ഭക്തർ കരുതുന്നു. അതിനാൽ തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ ശിവരാത്രി നാളിൽ കാലടിയിലേക്ക് ഒഴുകിയെത്തും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിരിക്കുകയാണ് കാലടി മഹാശിവരാത്രി ആഘോഷ സമിതി ട്രസ്റ്റ്. ശിവരാത്രി കടവിൽ നിന്ന് മണപ്പുറത്തേക്ക് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. മണപ്പുറത്ത് ബലിത്തറകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ആഘോഷ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് VS സുബിൻ കുമാർ പറഞ്ഞു. 76ാമത് കാലടി മഹാശിവരാത്രിക്ക് മണൽപ്പുറം ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു. താൽക്കാലിക പാലത്തിന്റെ പണി പൂർത്തീകരിച്ചു. താനപ്പുഴ ശിവരാത്രി കടവിൽ നിന്നും മണൽപ്പുറത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ജങ്കാറിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു. ഈ വർഷം മണൽപ്പുറത്ത് വിപുലമായ രീതിയിൽ സൗകര്യങ്ങളാണ് ആഘോഷ സമിതി ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തിനായി 8ഓളം ബലിത്തറകളും കുട്ടികൾക്കും മറ്റും വിനോദത്തിനായി അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള എന്ന് തുടങ്ങി എല്ലാവിധ വിനോദത്തിനും വിജ്ഞാനത്തിനും സൗകര്യപ്രദമായ എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ സമിതി ഈ വർഷം ഒരുക്കിയിട്ടുണ്ട്. മണൽപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാവിധ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട്. രാവിലെ ബലിതർപ്പണം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർക്ക് സൗജന്യമായി ചുക്കാപ്പിയും ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നതാണ്. ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ ക്യാമ്പും സേവാഭാരതിയുടെ വിവിധ സേവനങ്ങളും മണപ്പുറത്ത് ഈ വർഷം തയ്യാറാക്കിയിട്ടുണ്ട്. മാർച്ച് 6, 7, 8 തീയതികളിലാണ് പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്കും പതിവ് പൂജകൾക്കും പുറമെ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും ഉത്സവ ദിനങ്ങളിൽ ഉണ്ടാകുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം രാത്രി 8 മണിക്ക് ആരംഭിക്കുന്നതാണ്. പ്രമുഖ നമ്മുടെ പ്രിയങ്കരനായ MLA റോജി M. ജോൺ സന്നിഹിതനായിരിക്കും. കൂടാതെ പ്രമുഖരായ വ്യക്തികളും പങ്കെടുക്കുന്നു. കൂടാതെ എല്ലാ ദിവസങ്ങളിലും കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 7-ാം തീയതി രാത്രിയിൽ ഗാനമേള വിപുലമായി നടക്കുന്നതാണ്. കൂടാതെ നമ്മളുടെ 6-ാം തീയതിയിലും 8-ാം തീയതിയിലും ഗാനമേള, നാടകം, പല പരിപാടികളും സ്റ്റേജ് പ്രോഗ്രാമുകൾ ഉണ്ടാവുന്നതാണ്. കാലടിയുടെ 10,000 പങ്കെടുക്കുന്ന ദേശീയോത്സവമായ കാലടി മഹാശിവരാത്രി 76ാമത് ശിവരാത്രി ആഘോഷത്തിന് എല്ലാ ഒരുക്കങ്ങളും ആഘോഷ സമിതി നടത്തിയിട്ടുണ്ട്. മണൽപ്പുറത്തേക്ക് വരുന്ന ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിലുള്ള പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം സേവനം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെ വലിയൊരു ടീം ഈ തവണ സഹായത്തിനായി മണപ്പുറത്ത് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബലിതർപ്പണത്തിന് എത്തുന്ന 10,000-കണക്കിന് ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർക്ക് ബലിതർപ്പണത്തിന് തിക്കും തിരക്കും ഒഴിവാക്കിക്കൊണ്ട് സ്റ്റാളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അവർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും ഈ തവണ ആഘോഷ സമിതി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബലിതർപ്പണത്തിന് ശേഷം പിതൃനമസ്കാരം, നമസ്കാരം തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിനോട് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്ര ചടങ്ങുകളും ഈ തവണ വിപുലമായിട്ടാണ് നടത്തുന്നത്. ആഘോഷങ്ങളുടെ സമാപന ദിവസമായ 13-ാം തീയതി രാവിലെ മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അതോടൊപ്പം തന്നെ മഹാമൃത്യുഞ്ജയ ഹോമം തുടങ്ങി നാടിനെ സംരക്ഷണ
മായി വരുന്ന ഭഗവാന്റെ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തർക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന രീതിയിലുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ഈ തവണ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. കാഞ്ഞിപ്പുഴ കടവിൽ നിന്ന് മണപ്പുറത്തേക്ക് ജങ്കാർ സർവീസും ഉണ്ടാകും. അറിവും ആനന്ദവും പകരുന്ന അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള എന്നിവയും മണപ്പുറത്ത് പ്രവർത്തിക്കും. ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്ന ഭക്തർക്ക് വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ചെറുകുട്ടമന ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ആഘോഷ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് VS സുബിൻ കുമാർ, സെക്രട്ടറി MV സുകുമാരൻ, ട്രഷറർ VK സുബു, ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.